നമസ്കാരം. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ ഒപ്പം കൂട്ടാൻ UDF തുടങ്ങി വച്ചിരിക്കുന്ന ശ്രമങ്ങളും നീക്കങ്ങളും ഒക്കെ തന്നെ ഒരു കാരണവശാലും വിജയം കാണാതെ അവസാനിപ്പിക്കില്ല എന്നുള്ള വ്യക്തമായിട്ടുള്ള സൂചന UDF നേതാക്കൾ ഇപ്പോൾ നൽകി കഴിഞ്ഞിരിക്കുന്നു. സണ്ണി ജോസഫ് KPCC അധ്യക്ഷനും അടൂർ പ്രകാശ് UDF കൺവീനറായും വന്നതിന് ശേഷം ഇവരുടെ ആ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ എന്ന വണ്ണം അതിനു വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനുവേണ്ടി ആരെയൊക്കെ കാണണമോ അവരെയെല്ലാം കാണേണ്ട രീതിയിൽ കാണുകയാണ്. പ്രത്യേകിച്ചും UDF-നെ വിപുലീകരിക്കുക വഴി അടൂർ പ്രകാശ് തൻ്റെ ഗ്രാഫ് ഉയർത്താനുള്ള തീവ്ര പരിശ്രമത്തിൽ തന്നെയാണ്. അതിനൊപ്പം തന്നെ സഭയിൽ വരെ സ്വാധീനം ചെലുത്തിക്കൊണ്ട് കാര്യങ്ങൾ നടത്തിയെടുക്കാൻ സണ്ണി ജോസഫും ശ്രമങ്ങൾ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇവർക്ക് വേണ്ട തരത്തിൽ ശക്തിയും പിന്തുണയും നൽകാൻ AICC സംഘടനാ കാര്യ സെക്രട്ടറി KC വേണുഗോപാലും പ്രതിപക്ഷ നേതാവ് VD സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഒപ്പം തന്നെയുണ്ട്. നമുക്കറിയാം 3 പേരും നായർ സമുദായത്തിൽ പെട്ടവരാണ്. എന്നാൽ ക്രൈസ്തവ സഭയുടെയും അതോടൊപ്പം തന്നെ NSSന്റെയും ഒക്കെ തന്നെ പിന്തുണയിൽ വളർന്നു വന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഈ പറയുന്ന കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ്. അതുകൊണ്ട് തന്നെ ക്രൈസ്തവ സഭയുടെയും കരയോഗവുമൊക്കെ ആയിട്ട് നല്ല ബന്ധമുള്ള നേതാക്കൾ ഒന്നിറങ്ങിത്തിരിച്ചാൽ മാണി ഗ്രൂപ്പ് കൂടെ പോരുമെന്നുള്ളത് ഉറപ്പിച്ചുകൊണ്ടുള്ള നീക്കമാണ് ഇപ്പോൾ അവരുടെ ഇടയിൽ നടക്കുന്നത്. ഏതായാലും അത് വിജയത്തിനടുത്ത് തന്നെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് സത്യം. അതാണ് VD സതീശൻ പറഞ്ഞ ഇനി വരാൻ പോകുന്ന അതിശയിപ്പിക്കുന്ന വാർത്ത എന്ന് പറയുന്നത്. എന്നാൽ മാണി ഗ്രൂപ്പ് എങ്ങനെ വരുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട ആശയക്കുഴപ്പമായിട്ട് നിലനിൽക്കുന്നത്. മാണി ഗ്രൂപ്പ് നേതാക്കൾ മാത്രമേ ഇനി UDF-ലേക്ക് വരാനുള്ളൂ. പ്രവർത്തകർ ഭൂരിഭാഗവും എന്നേ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു സത്യം അത് ജോസ് കെ മാണിക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. അതായത് ഇതിന്റെ ഏറ്റവും വലിയൊരു തെളിവ് അതെന്ന് പറയുന്നത് 2019-24 ലോക്സഭാ തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ പുതുപ്പള്ളിയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുമാണ്. 2019 UDF-ന്റെ കൂടെ മാണി ഗ്രൂപ്പ് ഉണ്ടാകുമ്പോൾ അന്ന് CPM-ന്റെ സ്ഥാനാർത്ഥിയായിരുന്ന VN വാസവന് ലഭിച്ചത് 34% വോട്ടുകളായിരുന്നു. അതായത് LDF-ന്റെ യഥാർത്ഥ വോട്ടുകൾ 34% വാസവന് ലഭിച്ചു. ഇപ്പോൾ മാണി ഗ്രൂപ്പ് ഒപ്പം ഉണ്ടായ ഈ സമയത്ത് 2024 കിട്ടിയത് വെറും 33% വോട്ടുകൾ മാത്രമാണ്. അതിനർത്ഥം മാണി ഗ്രൂപ്പിന്റെ വോട്ടുകൾ മുഴുവനും UDF-ൽ തന്നെ എത്തി എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഉമ്മൻചാണ്ടിക്ക് 2021 കിട്ടിയത് 10,000-ൽ താഴെ വോട്ടുകളുടെ ഭൂരിപക്ഷമായിരുന്നുവെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോഴാകട്ടെ 37,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് മകൻ ചാണ്ടി ഉമ്മൻ അവിടെ മത്സരിച്ചപ്പോൾ ലഭിച്ചത്. UDF-ൽ തന്നെയാണ് മാണി ഗ്രൂപ്പിന്റെ വോട്ടർമാർ മുഴുവനുമുള്ളത്. അതുകൊണ്ട് പ്രവർത്തകരുടെ കൂടെ തന്നെ ഒരു വലിയൊരു വിഭാഗം നേതാക്കൾ അവരിപ്പോൾ UDF-ലേക്ക് പോകാനായിട്ട് തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ജോസ് കെ മാണിയുടെ സ്ഥിതി അങ്ങനെയല്ല. അദ്ദേഹത്തിന് അത്ര പെട്ടെന്ന് വരാനായിട്ട് സാധിക്കില്ല. അതിൽ ചില മൂടി വയ്ക്കപ്പെട്ട ചില നിഗൂഢ രഹസ്യങ്ങളുണ്ട്. ആ രഹസ്യങ്ങൾ പിണറായി വിജയന് മാത്രം അറിയാവുന്നതാണ്. കാരണം കേസുകളിൽ പെടാതെ ജോസ് കെ മാണിയെ പിടിച്ചു നിർത്തുന്നത് പിണറായി വിജയനാണെങ്കിലും അതൊന്നും മറ്റുള്ള നേതാക്കൾക്കും പ്രവർത്തകർക്കും ഇനി അറിയേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അതിനാൽ അവർ മന്ത്രി റോഷി അഗസ്റ്റിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് UDF-ലേക്ക് തിരിച്ചു വരാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഇപ്പോൾ കോട്ടയത്ത് നിന്ന് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. ജോസ് കെ മാണിക്ക് വരാൻ 2 പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണുള്ളത്. ഒന്ന് ഈ പറയുന്ന നിഗൂഢ രഹസ്യങ്ങൾ, മറ്റൊന്ന് വന്നാൽ ഏത് മണ്ഡലത്തിൽ മത്സരിക്കും എന്നുള്ളതാണ് പ്രധാന ഒരു വെല്ലുവിളി. കാരണം പാലാ സീറ്റ് നൽകില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ മാണി സി കാപ്പൻ ഇപ്പോൾ നിൽക്കുകയാണ്. എന്നാൽ റോഷി അഗസ്റ്റിൻ ജോസ് കെ മാണി ഇല്ലാതെ UDF-ൽ പോയാൽ വീണ്ടും മന്ത്രിയാകാമെന്നൊരു വിശ്വാസം അദ്ദേഹത്തിനും ഇപ്പോൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് റോഷിയും മറ്റ് 3 MLA-മാരും UDF-ലേക്ക് പോകാനുള്ള സാധ്യതയും ഇവിടെ ഏറെ കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം മാണി ഗ്രൂപ്പിനെ സംബന്ധിച്ച് അവർക്ക് 5 MLA-മാരാണ് ഉള്ളത്. അതിൽ റാന്നി MLA പ്രമോദ് നാരായണൻ ഒഴികെയുള്ള 4 പേർ, കാഞ്ഞിരപ്പള്ളിയിലെ പ്രൊഫസർ ജയരാജ്, അതോടൊപ്പം തന്നെ ചങ്ങനാശ്ശേരിയിലെ ജോബ് മൈക്കിൾ, പൂഞ്ഞാർ MLA സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ, ഇവർ UDF-ലേക്ക് പോകാൻ ഇടുക്കി MLA ആയിട്ടുള്ള റോഷി അഗസ്റ്റിനൊപ്പം തയ്യാറായിരിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. കാരണം 3 പേരും ഇപ്പോൾ തോൽവിയുടെ വക്കിലാണ് നിൽക്കുന്നത് എന്നാണ് യാഥാർത്ഥ്യം. UDF ആദ്യം തന്നെ ജയിക്കാവുന്ന മണ്ഡലങ്ങളായി ഈ 3 മണ്ഡലങ്ങളും കോട്ടയം ജില്ലയിൽ ഇപ്പോൾ മാറിക്കഴിഞ്ഞുവെന്നാണ് വിവിധ സർവേകൾ സൂചിപ്പിക്കുന്നത്. UDF-ൽ എത്തിയാലെങ്കിലും സിറ്റിംഗ് MLA എന്നുള്ള പേരിൽ സീറ്റ് ലഭിക്കുമെന്ന വിശ്വാസമാണ് ഇവർക്കെല്ലാം ഉള്ളത്. റോഷി അഗസ്റ്റിന് UDF-ൽ എത്തിയാൽ സുഗമമായിട്ട് ഇടുക്കി സീറ്റ് പിടിച്ചെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് ജോസ് കെ മാണി ഒരുപക്ഷെ വന്നില്ലെങ്കിലും റോഷി അഗസ്റ്റിൻ ഈ പറയുന്ന MLA-മാർ അടക്കമുള്ളവരെയും കൂട്ടി UDF-ൽ എത്താനുള്ള സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഏതായാലും മാണി ഗ്രൂപ്പിനെ UDF-ൽ എത്തിക്കാനുള്ള എല്ലാ നീക്കങ്ങളും ഇപ്പോൾ അതിൻ്റെ വിജയഘട്ടത്തിൽ തന്നെ എത്തി നിൽക്കുകയാണ് എന്നാണ് പറയാൻ സാധിക്കുക. അപ്രതീക്ഷിതമായിട്ടുള്ളൊരു വാർത്ത ഒരുപക്ഷെ ഈ സതീശൻ പറഞ്ഞതുപോലെ വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ പുറത്തു വന്നേക്കാം.